ഈ അനുഗ്രഹീത ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് ലഘുവായ ഒരു പ്രബോധനം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ ഒരു കുറിവാക്യമായി എടുത്തിട്ടുള്ളത് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പൊതുവിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. 1 പത്രോസ് 2:21. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചിട്ട് പോയിരിക്കുന്നു. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചിട്ട് പോയിരിക്കുന്നു. നമുക്ക് അറിവുള്ളതുപോലെ AD 67-ാം ആണ്ടിലാണ് നീറോയുടെ നിഷ്ഠൂരമായ പീഡകൾക്ക് വിധേയനായി പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ രക്തസാക്ഷിത്വം വരിക്കുന്നത്. AD 57-നും 67-നും ഇടയ്ക്കുള്ള സമയം ഏഷ്യ മൈനറിൽ പാർത്തിരുന്ന അതീവ പീഡ അനുഭവിച്ച ഒരു ജനസമൂഹത്തെ സാന്ത്വനിപ്പിക്കുവാനും അവരെ ഉത്തേജിപ്പിക്കുവാനും രചിച്ചിട്ടുള്ള ലേഖനമാണ് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം. സഹദേന്മാരുടെ കടിഞ്ഞൂലായ മാർ സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം യെരുശലേം വിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും വിശ്വാസികൾ ചിതറിപ്പോവുകയും അവിടെയെല്ലാം അവർ ക്രൂരമായ പീഡകൾക്ക് പലതരത്തിൽ വിധേയരാവുകയും ചെയ്തു. ക്രൈസ്തവ പീഡയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ കാഠിന്യം ഈ മലയാളക്കരയിൽ വസിക്കുന്ന നമുക്ക് അത്ര പരിഗണിക്കത്തക്ക ഒരു വിധത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ അടുത്തയിടയിലും നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, ആഫ്രിക്കയിലെ കോപ്റ്റിക് സഭാംഗങ്ങളായ 4 വൈദികരെ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്ത അനുഭവം. ക്രൈസ്തവ പീഡയുടെ ശംഖുനാദം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ നാടുകളിലും മുഴങ്ങുന്നതായി നമുക്ക് മനസ്സിലാവും, യാതൊരു സംശയവുമില്ല. അപ്രതിരോധ്യമായ നിലയിൽ പീഡകളും പ്രയാസങ്ങളും നമുക്കും ഏറി വന്നാൽ അതിനെ ചെറുത്തു നിൽക്കുവാനും അതിജീവിക്കുവാനും സർവശക്തൻ നമുക്ക് നൽകുന്ന ഒരു ദൂതായിട്ട് വേണം പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായുടെ ഈ ലിഖിതത്തെ മനസ്സിലാക്കുവാനായിട്ട്. കൊല്ലം തോറും കർത്താവിൻ്റെ ജയകരമായ പീഠാനുഭവ വാരം നമ്മൾ ഏറ്റവും അനുഗ്രഹത്തോടെ ആചരിക്കുന്നു. ആ പീഠാനുഭവ വാരത്തിൻ്റെ ഭാഗമായി കാൽകഴുകൽ ശുശ്രൂഷ എന്ന പേരിൽ നമ്മുടെ കർത്താവ് കാട്ടിത്തന്ന ഒരു മാതൃക, ഒരു ദൃഷ്ടാന്തം, അതിനെ കാലികവൽക്കരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയും നാം നടത്തുന്നു. ആ അനുഗ്രഹീത ശുശ്രൂഷയിലേക്കാണ് നാം ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ ഇതിനാസ്പദമായ വേദഭാഗം നാം അവിടെയാണ് കാണുന്നത്. കർത്താവും ശിഷ്യന്മാരും പന്തിക്ക് ഇരിക്കുമ്പോൾ കർത്താവ് ഒരു ദാസനെ പോലെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുവർത്തി. അതിനുശേഷം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകുവാൻ തയ്യാറായെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകേണ്ടതാണ്. അതിനെ തുടർന്നാണ് സ്നേഹത്തിൻ്റെ ഉജ്ജ്വലമായ ചില രീതികൾ കർത്താവ്
ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാനൊരു ദൃഷ്ടാന്തം വച്ചിരിക്കുകയാണ്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഇല്ലുസ്ട്രേഷനാണ്. പത്രോസ്ലീഹ പറയുന്ന മാതൃക എന്ന് പറഞ്ഞാൽ എക്സാമ്പിളാണ്. ഇത് രണ്ടും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കാൽകഴുകൽ ശുശ്രൂഷ ദൃഷ്ടാന്തീകരിച്ച ഒരു മാതൃകയാണ്. കർത്താവ് ദൃഷ്ടാന്തീകരിച്ച ഒരു മാതൃകയാണ്. അല്ലെങ്കിൽ കർത്താവ് മാതൃകയാക്കാൻ നൽകിയ ഒരു ദൃഷ്ടാന്തമാണ്. ഈ രണ്ട് രീതിയിലും ഇതിന് അതീവമായ പ്രാധാന്യമാണ് ഉള്ളത്. ചിരസ്മരണീയനും ഭാഗ്യസ്മരണാർഹനുമായ യൂഹാനോൻ മാർ സേവേറിയോസ് തിരുമേനി, അദ്ദേഹം കൊച്ചി ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരുന്നുവല്ലോ. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ശുശ്രൂഷ സഹായി എന്ന പുസ്തകത്തിൽ എന്താണ് കാലുകഴുകൽ ശുശ്രൂഷയിൽ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് വിവരിക്കുന്നിടത്ത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കഴുകലിൻ്റെ രഹസ്യത്തെക്കുറിച്ചും സേവന ജീവിതത്തെക്കുറിച്ചും ലഘുവായ ഒരു പ്രബോധനം വളരെ ഗുണം ചെയ്യും. കഴുകലിൻ്റെ രഹസ്യം, സേവനത്തിൻ്റെ ഉത്തമമായ മാതൃക, ഇത് രണ്ടും ആസ്പദമാക്കി ചില കാര്യങ്ങൾ കമ്പിവാചകം പോലെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് കാൽകഴുകൽ ശുശ്രൂഷ? എന്താണ് അത് നമ്മിൽ അവശേഷിപ്പിക്കേണ്ട ആത്മീയമായ പാഠങ്ങൾ? ഒന്നാമത് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, കാൽകഴുകൽ ശുശ്രൂഷ കഷ്ടാനുഭവത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ്. നമ്മുടെ കർത്താവ് പിടിക്കപ്പെടുകയും അടിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും അതിൻ്റെ എല്ലാം ഉപരിയായി അധർമ്മികളായ 2 പേരോടൊപ്പം കുരിശിക്കപ്പെടുകയും ചെയ്യുന്നതിന് മുൻപ് താൻ മനസ്സാലെ ആഗ്രഹിച്ച ഒരു പ്രവൃത്തിയാണ് കാൽകഴുകൽ ശുശ്രൂഷ. അതുകൊണ്ട് കാൽകഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഫോർ പാഷൻ. നമ്മുടെ നാട്ടില് ഈ ഭാഗത്ത് പ്രത്യേകിച്ചും തലങ്ങും വിലങ്ങും ഓടുന്ന ഒരു കേറ്ററിംഗ് ടീമിൻ്റെ വണ്ടിയുണ്ട്. അതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രിപ്പയർഡ് വിത്ത് പാഷൻ. പ്രിപ്പറേഷൻ ഫോർ പാഷൻ എന്നല്ല, പ്രിപ്പയർഡ് വിത്ത് പാഷൻ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് നിർമ്മിച്ചെടുത്തത്, കഷ്ടപ്പെട്ട് പാകം ചെയ്തത്. ഇത് രണ്ടും 2 തരമാണ് കേട്ടോ. കഷ്ടപ്പാടിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പും അല്ലെങ്കിൽ തയ്യാറെടുപ്പോടുകൂടെ കഷ്ടപ്പെടുന്നതും 2 2ആണ്. നമ്മുടെ ശുശ്രൂഷകൾ ഒരു കാരണവശാലും കഷ്ടപ്പെട്ട് ഉള്ള തയ്യാറെടുപ്പാകരുത്, കഷ്ടപ്പാടിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാകണം. ഒരു കാൽകഴുകൽ ശുശ്രൂഷയിൽ ഒരു വികാരി ഒരിടത്ത് പ്രസംഗിച്ചു. പള്ളിക്കകത്ത് തീരെ സ്ഥലമില്ല. ഏതാണ്ട് 4/1 ഭാഗവും സ്റ്റേജ് ഇടാൻ വേണ്ടി ചിലവഴിക്കുകയാണ്. നമുക്കറിയാം, കാൽകഴുകൽ ശുശ്രൂഷ പോലെയുള്ള ശുശ്രൂഷകൾ വരുമ്പോൾ എന്തുമാത്രം ഓവർ പ്രിപ്പറേഷനാണ് നമ്മൾ നടത്തുന്നത്. എല്ലാ ശുശ്രൂഷയ്ക്കും, അത് വിശുദ്ധ കുർബാനയ്ക്ക് പോലും എന്തുമാത്രം ഓവർ പ്രിപ്പറേഷൻ. ഓരോരുത്തരുടെ പൊസിഷൻ നിശ്ചയിക്കുന്നു, പാട്ട് പഠിപ്പിക്കാൻ ആൾ വരുന്നു, ആ പാട്ട് ട്രെയിൻ ചെയ്യിക്കുന്നു, കഴുകപ്പെടേണ്ടവരോട് നേരത്തെ പറയുന്നു, അവർ 4 ആഴ്ച മുൻപേ കാല് കഴുകി വെടിപ്പാക്കാൻ തുടങ്ങുന്നു. ആകെ ഒരു ടെൻഷനാണ്. പക്ഷേ കഷ്ടപ്പാടിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ശുശ്രൂഷയിൽ എന്തുമാത്രമുണ്ട് എന്ന് ഇരുത്തി ആലോചിക്കുന്നത് നല്ലതാണ്. കർത്താവിൻ്റെ ശുശ്രൂഷകൾ മുഴുവൻ കഷ്ടപ്പാട് ഏറ്റെടുക്കാനുള്ള ഒരു ഒരുക്കമായിരുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, നോമ്പിൻ്റെ മധ്യത്തിൽ ഗോകുൽത്ത സ്ഥാപിച്ച് അതിന്മേൽ പ്രതിഷ്ഠിക്കുന്ന കുരിശ് നമ്മുടെ ശ്രദ്ധാകേന്ദ്രമാണ്, കേന്ദ്ര ബിന്ദുവാണ്. എന്താ കുരിശ് കേന്ദ്ര ബിന്ദുവാകാൻ കാരണം? നമുക്കുള്ള കഷ്ടപ്പാടുകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കടഭാരമോ രോഗമോ
മറ്റുള്ളവർ നമുക്ക് തന്ന ചതിയോ അവർ നമുക്ക് തരാതിരുന്ന സ്നേഹമോ നമ്മുടെ വ്യക്തിപരമായ ദുഃഖമോ എന്തുമായിക്കൊള്ളട്ടെ, അത് മുഴുവൻ ഈ കുരിശിന് ഇപ്പുറത്താണ്. ഈ കുരിശിന് അപ്പുറത്ത് നാം എടുക്കുന്ന ഒരു ത്യാഗവുമില്ല. കാരണം കുരിശ് ത്യാഗത്തിൻ്റെ മൂർത്തിഭാവമാണ്. അതുകൊണ്ടാണ് വേദചിന്തകന്മാർ പറഞ്ഞത്, പഴയ നിയമ യാഗത്തിലെ 4 ഘടകങ്ങളെയും ഒരു വ്യക്തി ഒരു മരത്തിൽ തീർത്തെങ്കിൽ അത് ക്രിസ്തു മാത്രമാണ്. നമുക്കറിയാം, പാപിയായ മനുഷ്യന്റെ പാപത്തിനു വേണ്ടിയാണ് യാഗം. ആ യാഗം അർപ്പിക്കപ്പെടേണ്ടത് ഊനമില്ലാത്ത ഒരു മൃഗത്തെയാണ്. യാഗം അർപ്പിക്കേണ്ടത് പുരോഹിതനാണ്. യാഗം സ്വീകരിക്കുന്നത് ദൈവമാണ്. ക്രിസ്തുവിനെ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ 4 ഘടകങ്ങളും ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. താൻ ഒരിക്കലും പാപിയല്ല, പക്ഷെ പാപിയുടെ സ്ഥാനത്ത് ഒരു പാപയാഗമായി നിലകൊണ്ടു. തന്നെ പോലെ ഊനമില്ലാത്ത ഒരു കുഞ്ഞാടിനെ അർപ്പിക്കുവാൻ ലഭിക്കയില്ല. താൻ ഊനമില്ലാത്ത കുഞ്ഞാടിന്റെ സ്ഥാനത്തായി. ആ ബലി അർപ്പിക്കുവാൻ തന്നെ പോലെ പ്രാപ്തനായ ഒരു പുരോഹിതനില്ല. അതുകൊണ്ട് ബലി അർപ്പിക്കുന്ന പുരോഹിതന്റെ സ്ഥാനത്തും താനായി. തൃത്വത്തിൽ രണ്ടാമനായ കർത്താവ് ഈ ബലിയെ സ്വീകരിക്കുന്ന ദൈവവുമായി എന്നുള്ളതാണ് ഈ ഗോകുൽത്തായുടെ മുകളിൽ നാട്ടിയിരിക്കുന്ന കുരിശിൽ നാം കാണുന്ന മഹത്വം. അതുകൊണ്ട് ആ മഹത്വം ഏറ്റെടുക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ ആവട്ടെ ഈ കാൽകഴുകൽ ശുശ്രൂഷ എന്ന് സത്യമായി ഞാൻ ഉദ്ബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം നമസ്കരിക്കുമ്പോൾ അത് ഒരുപക്ഷെ നമുക്ക് വളരെ എളുപ്പമായിരിക്കാം. പക്ഷെ നമസ്കാരമാകുവാൻ, നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കത് എളുപ്പമാവാം. പക്ഷേ പ്രാർത്ഥനയാകുവാൻ, നാം സ്തോത്രകാഴ്ച അർപ്പിക്കുമ്പോൾ അത് ഒരുപക്ഷെ നമ്മെ ഭാരപ്പെടുത്തുകയില്ല. പക്ഷെ നാം തന്നെ സ്തോത്രകാഴ്ചയാകുവാൻ, നാം കുർബാന അനുഭവിക്കുമ്പോൾ അത് നമുക്ക് അത്ര ആയാസകരമായ ഒരു പണിയല്ല. പക്ഷെ കുർബാനയാകുവാൻ, അതാണ് കർത്താവിൻ്റെ ക്ഷണം. അവിടേക്കാണ് കർത്താവിൻ്റെ ക്ഷണം. അതുകൊണ്ടാണല്ലോ കുരിശിലെ യാഗത്തെ യൂക്കറിസ്റ്റ് ആഫ്റ്റർ ദ യൂക്കറിസ്റ്റ്, കുർബാന ആഫ്റ്റർ ദ കുർബാന എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ കുരിശിലെ യാഗം, ഈ കാൽകഴുകൽ ശുശ്രൂഷ അതിന് ഒരു ഒരുക്കമായിട്ട്, ഒരു തുയോബമായിട്ട് ഭവിച്ചു എന്നുള്ളത് നാം ഓർക്കണം. അത് എവിടം വരെ എന്ന് ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നാം നോക്കണം. അടച്ചിട്ടിരുന്ന മുറിയിൽ ശിഷ്യന്മാർ കൂടിയിരുന്നിടത്ത് കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ തൻ്റെ കൈയും തൻ്റെ വിലാപ്പുറവും അവരെ കാണിച്ചു കൊടുത്തു എന്ന്. അപ്പോൾ നാം ഒരുക്കത്തോടെ ഏറ്റെടുക്കുന്ന കഷ്ടാനുഭവം ഇഹലോക ജീവിതവും കഴിഞ്ഞ് പുനരുത്ഥാനത്തിനും അപ്പുറത്തേക്ക് പോകുന്ന ഒരു ദർശനമാണ് കർത്താവ് കാൽവറിയിൽ നൽകുന്നത്. കയ്യിലും വിലാപ്പുറത്തും കഷ്ടപ്പാട് താൻ ഏറ്റെടുത്തതിൻ്റെ പാടുകളാണ് കർത്താവ് തന്നെ തിരിച്ചറിയാൻ വേണ്ടി അവർക്ക് കാണിച്ചു കൊടുത്തത്. കാൽകഴുകലിൻ്റെ 2-ാമത്തെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അത് തികഞ്ഞ സ്നേഹത്തിൻ്റെ നിദർശനമാണ്. An act of perfect love. തികഞ്ഞ സ്നേഹത്തിൻ്റെ നിദർശനമാണ് കാൽകഴുകൽ ശുശ്രൂഷ. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 13-ാം അധ്യായം വിട്ടുകഴിഞ്ഞാൽ സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും ഉജ്ജ്വലമായ കാര്യങ്ങൾ കർത്താവ് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. അത് കാൽകഴുകൽ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ചിത്രം നാം ഓർത്തിരിക്കണം. ഒരു ദാസനെ പോലെ താൻ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ, ഗുരു ശിഷ്യന്മാർക്ക് സമനായി കാണപ്പെട്ടു. ദാസന്മാരാണ് യജമാനന്മാരുടെ കാലുകൾ കഴുകുന്നത്. പക്ഷെ കർത്താവ് ഒരു ദാസവേഷം പൂണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ്. ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സ്നേഹവാനായ കർത്താവിനെ ചിത്രീകരിച്ചിട്ടുള്ള മറ്റൊരു ഭാഗമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം പ്രാപിച്ച്
മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ആ 7 സ്റ്റെപ്പ് നാം പരിശോധിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പടികൾ താഴേക്ക് ഇറങ്ങി നമ്മെ ആ പടികളിലൂടെ മുകളിലേക്ക് കയറ്റുന്ന ഒരു ദർശനമാണ് കാണുന്നത്. എൻ്റെ ഉള്ളിൽ പണ്ടേ തറഞ്ഞുപോയ 4 കവിയുടെ വരികൾ, അത് ഒന്ന് പൊടി തട്ടിയെടുത്തത് അടുത്തയിടയിൽ നമ്മുടെ ഐറേനിയസ് തിരുമേനി ഒരു കോൺവൊക്കേഷനിൽ പ്രസംഗിച്ച പ്രസംഗം നേരിട്ട് കേട്ട സന്ദർഭത്തിലാണ്. അത് വള്ളത്തോളിൻ്റെ 4 വരികളാണ്. വള്ളത്തോൾ ഇങ്ങനെ പാടി: പരസ്പരം സ്നേഹിപ്പീൻ, പരസ്നേഹം പരത്തുവീൻ. പരസ്പരം സ്നേഹിപ്പീൻ, പരസ്നേഹം പരത്തുവീൻ. ആലേഖനം ഇത് ഈശശാസ്ത്രം, നിരക്ഷര ആലേഖനം ഇത് ഈശശാസ്ത്രം. ഈശശാസ്ത്രം എന്ന് പറഞ്ഞാൽ തിയോളജിയാണ്, പക്ക തിയോളജിയാണ്. ദൈവശാസ്ത്രം എന്നുള്ളതിൻ്റെ തനി മലയാളമാണ് ഈശശാസ്ത്രം. അപ്പോൾ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു വിധത്തിൽ നമ്മുടെ ഭാഷയിൽ അക്രൈസ്തവനായ ആ കവി പാടിവെച്ചു: പരസ്നേഹം പരത്തുവീൻ, പരസ്പരം സ്നേഹിപ്പീൻ, നിരക്ഷര ആലേഖനം. അക്ഷരം കൊണ്ടാണ് നമ്മൾ ആലേഖനം നടത്തുന്നത്, ഏത് ഭാഷയിലായിരുന്നാലും. പക്ഷേ സ്നേഹത്തിൻ്റെ ആലേഖനം നടത്തുന്നത് അക്ഷരരഹിതമായിട്ടാണ്. അതാണ് ഈശശാസ്ത്രം. ഉള്ളൂര് പാടി പറഞ്ഞു സ്നേഹത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച്. ആ സ്നേഹം അനർഘം അനശ്വരം അത്യന്തമോഹനം സുന്ദര ശാന്തിസൂനം. കിട്ടാൻ വിഷമം കറയറ്റതെങ്കിലും കിട്ടുകിൽ മറ്റില്ല ഭാഗ്യം. സ്നേഹം അനർഘം അനശ്വരം അത്യന്തമോഹനം സുന്ദര ശാന്തിസൂനം. കിട്ടാൻ വിഷമം കറയറ്റതെങ്കിലും കിട്ടുകിൽ മറ്റില്ല ഭാഗ്യം. കുരിശിലെ മരണത്തോളം തൻ്റെ സ്നേഹം തന്നെ മുൻപോട്ട് കൊണ്ടുപോയെങ്കിൽ, വാത്സല്യമുള്ളവരെ, ഈ സ്നേഹം നമ്മെ ആഴമായി സ്പർശിക്കുന്ന, ഭരിക്കുന്ന ഒരു അനുഭവമായി ഈ കാൽകഴുകൽ ശുശ്രൂഷ മാറണം. സെർവോ ഓയിൽ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഓയിൽ കമ്പനിയുടെ ഒരു പരസ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ആ പരസ്യത്തിൽ എഴുതിയിരിക്കുന്നു: ഇറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ എൻജിൻ, ഇറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ വെഹിക്കിൾസ് പെർഫോമൻസ് ആൻഡ് ഇറ്റ് വിൽ മേക്ക് യു പ്രോസ്പർ. നല്ല ഒരു ഓയിലിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഈ ഓയില് നിങ്ങളുടെ വണ്ടിയുടെ എൻജിന് ബലം കൂട്ടും. ഈ ഓയില് നിങ്ങളുടെ വണ്ടിയുടെ ഓട്ടം കൂടുതൽ സുഗമമാക്കും. ഇതുമൂലം ഈ ഓയില് നിങ്ങളെ സമ്പന്നരാക്കും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, ഇൻ ദ സ്പിരിച്വൽ സെൻസ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡിവൈൻ ലവ്. കർത്താവ് പ്രദർശിപ്പിച്ച സ്നേഹമാണ് ഈ ഓയിൽ. അത് നമ്മുടെ എൻജിന് നല്ലതാണ്, നമ്മുടെ ജീവിത ഓട്ടത്തിന് നല്ലതാണ്. അത് ഇറ്റ് വിൽ മേക്ക് എ സ്പിരിച്വലി പ്രോസ്പർ. അത് നമ്മളെ ആത്മീയമായി അഭിവൃദ്ധിയിലേക്ക് നയിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് ചുരുക്കാം. കാൽകഴുകൽ പങ്കാളിത്തത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. നിങ്ങളിപ്പോൾ ദൃശ്യരൂപത്തിൽ അത് കാണുമല്ലോ. ചെറിയവൻ മുതൽ വലിയവനെ വരെ കഴുകും. ചെറിയവൻ തൊട്ടേവനെയും കഴുകി ശീമോൻ അരികെ ചെന്നപ്പോൾ ശീമോൻ പറയുന്നുണ്ട്: അങ്ങ് എന്നെ കഴുകാൻ ഒരു കാരണവശാലും ഞാൻ അനുവദിക്കുകയില്ല. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്: ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കും ഓഹരിയുമില്ല. അപ്പോഴാണ് പറഞ്ഞത്: അങ്ങനെയാണെങ്കിൽ എൻ്റെ കൈയും തലയും എല്ലാം കൂടെ ഒന്ന് കഴുകണമേ. ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ നിനക്ക് എന്നോടുകൂടെ പങ്കും ഓഹരിയുമില്ല. പങ്കാളിത്തത്തിൻ്റെ ഒരു വലിയ ശുശ്രൂഷയാണ് കാൽകഴുകൽ ശുശ്രൂഷ. യോഹന്നാന്റെ സുവിശേഷത്തിനൊരു പേര് തന്നെയുണ്ട്, പങ്കാളിത്തത്തിൻ്റെ സുവിശേഷം. നമുക്കറിയാം, നമ്മുടെ ആരാധനാവേളയിൽ 2 ശുശ്രൂഷകൾക്ക് മാത്രമേ ഏവൻഗേലിയോന്റെ മധ്യത്തിൽ ഈ ശുശ്രൂഷകൾ നടത്തുന്നുള്ളൂ. അതിലൊന്ന് കാൽകഴുകൽ ശുശ്രൂഷയാണ്. പിന്നെ ഒന്ന് ക്രിസ്മസിൻ്റെ ദിവസം തീജ്വാലക്കുഴിയിലെ ശുശ്രൂഷയാണ്. പങ്കാളിത്തമാണ് ഇവിടെ എല്ലാം. പൊന്നും മൂരും കുന്തിരുക്കവുമായിട്ട് കർത്താവിന് കാഴ്ച അർപ്പിക്കുവാൻ വന്നവരെ
നമ്മൾ ഓർക്കുന്നു പങ്കാളിത്തം. ഇവിടെ ശിഷ്യന്മാരെ തന്നോട് ചേർത്ത് നിർത്തി അവരെ ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളാകുവാൻ തക്കവണ്ണം അവരുടെ കാലുകൾ കഴുകി വെടിപ്പാക്കി ഒരു നവനവമായ അനുഭവത്തിലേക്ക് അവരെ ആനയിക്കുന്ന ഒരു വലിയ പങ്കാളിത്തം. ആ പങ്കാളിത്തത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് കാൽ കഴുകലിൻ്റെ ശുശ്രൂഷ. ഞാൻ ചുരുക്കട്ടെ, വാത്സല്യമുള്ളവരെ, ഇത് കേവലം ഒരു ചടങ്ങായിട്ടോ ഒരു വെറും അനുഷ്ഠാനമായിട്ടോ കരുതാതെ, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവികമായ രഹസ്യങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ഒരു ഒരുക്കത്തിൻ്റെ അനുഭവമായി നാം മാറ്റണം. കാൽകഴുകൽ ശുശ്രൂഷ മിസ്റ്ററി ഓഫ് സഫറിങ്, മിസ്റ്ററി ഓഫ് ലവ് ആൻഡ് മിസ്റ്ററി ഓഫ് ഫെലോഷിപ്പ്. ഇത് സ്നേഹത്തിൻ്റെ രഹസ്യമാണ്, ഇത് പങ്കാളിത്തത്തിൻ്റെ രഹസ്യമാണ്, ഇത് കഷ്ടതയുടെ രഹസ്യമാണ്. ആ രഹസ്യങ്ങളാണ് നമ്മുടെ ജീവിതായോധനത്തിൽ ആത്മീയമായി നാം ഉൾക്കൊള്ളേണ്ടത്. അത് അക്ഷരത്തിലും ആത്മാവിലും ഉൾക്കൊണ്ട് അനുഗ്രഹീതരായി തീരുവാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലൂടെ ദൈവകൃപയിൽ വളരുവാൻ എല്ലാവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.